ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കുറെ നാളായിട്ട് പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു റെസിപ്പിയാ സോയ ചങ്ക്സ് കൊണ്ട് എന്തെങ്കിലും ഒരു ബാജി അല്ലെങ്കിൽ ഒരു കറി ടൈപ്പ് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തരണേന്ന്. ഇത് വളരെ ടേസ്റ്റിയാണ്. സോയയുടെ ഒരു ടേസ്റ്റ്, അതായത് ഒരു ചൊവയുണ്ട്, അത് ഇഷ്ടമല്ലാത്ത പലരുമുണ്ട്. പക്ഷെ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താല് യാതൊരു കാരണവശാലും ഇത് സോയ ചങ്ക്സ് ആണെന്ന് പറയത്തുകൂടിയില്ല. ശരിക്കും ഒരു ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയത് കഴിക്കുന്ന ടേസ്റ്റ് ഇല്ലേ, അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. സോയ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ചെടുത്ത് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സോയയുടെ ഈ ബാജി എന്റെ ഓഫീസിലാണെങ്കിൽ അടിയാണ് പിള്ളേരെല്ലാം കൂടി ഇത് കഴിക്കാൻ. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കൊണ്ടു ചെന്നില്ലെങ്കിൽ ചോദിക്കും, മേഡം സോയയുടെ ബാജി എന്തിയെ, സോയയുടെ ബാജി എന്തിയെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ്, അതായത് ഉണങ്ങിയ കുതിർന്ന ശേഷമല്ല 100 ഗ്രാം, അതിനു മുമ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന 100 ഗ്രാം സോയ ചങ്ക്സ് കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുമ്പേ ഇട്ട് വെച്ചിരുന്നതായിരുന്നു. അപ്പൊ വെള്ളം നല്ലോണം ഒഴിക്കണം, കാരണം ഇത് കുതിർന്ന് വീർത്തു വരും. അതല്ല നിങ്ങൾക്ക് അരമണിക്കൂർ വെള്ളത്തിലിടാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ഇട്ടാലും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കുതിരാൻ ഇടുമ്പോൾ തന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. കാരണം സോയയില് ഉപ്പ് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ആദ്യം ഞാനൊരു സോയ കറി വെച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഉപ്പിടും, ഉപ്പ് നോക്കും, കഷ്ണത്തിൽ ഉപ്പില്ല, വീണ്ടും ഉപ്പിടും, അവസാനം ഉപ്പ് കയ്പ് കാരണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. ഞാൻ അതായിരുന്നു എന്റെ ആദ്യത്തെ സോയ കറി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്. കാരണം പെട്ടെന്ന് മസാലകൾ എരിയൊന്നും പിടിക്കാത്ത ഒരു സാധനമായിരുന്നു. അപ്പൊ ഇത് അരമണിക്കൂർ വെള്ളത്തിൽ ഉപ്പിട്ട് സോയ ഇട്ട് അതിനുശേഷം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു 2-3 വെള്ളത്തിൽ കഴുകി വരണം. ഓരോ പ്രാവശ്യവും കഴുകി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പിഴിയണം. കണ്ടോ, അതിൽ നിന്നും പത ഇറങ്ങുന്നേ. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇപ്രകാരം ഒരു 3-4 പ്രാവശ്യം നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാം. അതായത് ഈ പത എന്ന് മാറുന്നത് വരെ കഴുകി പിഴിഞ്ഞെടുക്കാം. അതായത് സോയയ്ക്ക് ഒരു മണമുണ്ട്, ആ ടേസ്റ്റ് ഇഷ്ടമല്ലെന്ന് പറയുന്നവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്താല് അതിന്റെ ആ ഒരു ചൊവയില്ലേ, അതങ്ങ് മാറിക്കിട്ടും. ഇതിപ്പോ ഞാൻ 4 പ്രാവശ്യം നല്ലതുപോലെ കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ പത മൊത്തവും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഇത് ഇതുപോലുള്ളത് അങ്ങനെ തന്നെ ഇട്ടേരെ, കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ വലുതുണ്ടല്ലോ, അതിപ്പോ ദാണ്ട കഴുകിയപ്പോ തന്നെ മുറിഞ്ഞു വന്നു. ഇതുപോലെ വലുത് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തേരെ, ഈ പരുവം. ചെറുതൊക്കെ അതുപോലെ തന്നെ കിടക്കട്ടെ, ഇതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. വലുത് മാത്രം ഒന്ന് 2 പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ലേശം കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം ഇവിടെ ഞങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. നിങ്ങൾ 1 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലയാ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു അരമണിക്കൂറിലും വെച്ചിരുന്നാൽ നല്ലതേ. അപ്പൊ അതല്ല പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്ക് ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് വെക്കണം. ഇവിടെ മീഡിയം സൈസ് 4 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പാൻ ചൂടായി, അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇതിന് എണ്ണ ലേശം കൂടുതൽ വേണേ. കുറച്ച് കടുക് ഇടാം. അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് സവാളയുള്ളി ചേർക്കാം. സവാളയുള്ളി വേണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മള് സോയ കുതിർക്കാൻ ഇട്ടപ്പോ ഉപ്പിട്ടായിരുന്നു, എങ്കിലും അധികമൊന്നും അതിൽ പിടിക്കത്തില്ല, കാരണം നമ്മൾ 3-4 പ്രാവശ്യം കഴുകുന്നില്ലേ. അപ്പൊ അത് ലേശം ഒന്ന് ചവച്ച് നോക്കിയിട്ട് വേണം പിന്നീട് അങ്ങോട്ട് ഉപ്പ് ചേർക്കാൻ. അത് മറക്കല്ലേ. സവാള വഴണ്ടിട്ടുണ്ട്. നന്നായിട്ട് വേളണേ.
ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി, ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവട്ടെ. തക്കാളി ഉള്ളിയും നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ തീ മൊത്തം നന്നായിട്ട് കുറയ്ക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാൻ. ഇതിന്റെ കൂട്ടത്തിലും 1/2 ടീസ്പൂൺ. ഇത് നന്നായിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറണം. മസാലയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ 1/2-3/4 മണിക്കൂറെങ്കിലും ആയേ. കാരണം ഞാൻ ഇത് പുരട്ടി വെച്ചിട്ട ബാക്കി പരിപാടികൾ തുടങ്ങിയത്. അപ്പോ അരിയപ്പം, അതിന്റെ കൂടെ വീഡിയോ എടുപ്പ് എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീരെ കുറച്ചിട്ടേരെ കൂട്ടണ്ട. ഉപ്പ് ഇപ്പോൾ എക്സ്ട്രാ ചേർക്കണ്ട. നമുക്കിതെല്ലാം കൂടി മസാല എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച ശേഷം ഉപ്പ് ചേർത്താൽ മതി. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഏറ്റവും തീ കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഈ തീ തന്നെ വേണം നമുക്ക് വേവാൻ. ചെറു തീയിൽ കിടന്ന് ഈ മസാല എല്ലാം ഇതിൽ പിടിച്ച് കിടന്ന് വേവണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് എണ്ണ കിടന്ന് ഇതൊന്ന് വഴളട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട. ഒരു 1/4 ഗ്ലാസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറു തീയിൽ തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, തീ കൂട്ടരുത്. ഈ ചെറു തീയിൽ തന്നെ കുറഞ്ഞത് ഒരു 15-20 മിനിറ്റേലും ഇങ്ങനെ കിടന്ന് ഇത് നന്നായിട്ട് വേവണം. ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേറെ പാത്രമാണ്. അടുക്കി പിടിക്കുന്നു എങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി കൊടുക്കാം. ഇത് അടച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലേശം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തീ കുറച്ചിടണമെന്ന് പറയാൻ കാര്യം, തീ കൂട്ടിയിട്ടങ്ങ് വേവിച്ചാല് ഈ സോയയിൽ മസാലകൾ നല്ലപോലെ പിടിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സോയ ചങ്ക്സ് എന്ന് പറയുന്നത് മസാല, ഉപ്പും എരിയൊക്കെ പിടിക്കാൻ ടൈം എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ചെറു തീയിൽ കിടന്ന് ഇതിനകത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പിടിക്കണം. എങ്കിലേ നമ്മുടെ സോയയ്ക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ നോക്കണം. നമ്മൾ ഉപ്പ് ആദ്യം ചേർത്തതേ ഉള്ളൂ. ഈ സമയത്ത് എരി നോക്കിയിട്ട്, എരി കുറവാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടത്, ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ച് മതി, കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സെയിം ബീഫ് ഉലർത്തിയത് നമ്മൾ കുരുമുളക് ഇട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോ 3/4 നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസ്. കാരണം ആ മസാലകളുടെ ഒക്കെ ഒന്ന് എരിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ മതി. ടൊമാറ്റോ സോസ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ടോട്ടൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത്രയുള്ളേ. അത് നന്നായിട്ടങ്ങ് ഇതിനകത്ത് പിടിച്ച് നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവട്ടെ. നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. സോയാ സോസ് ഒഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതനുസരിച്ച് ആദ്യം ഉപ്പ് ചേർക്കാതെ. കാരണം സോസിനും ലേശം ഉപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓവർ ഉപ്പായി പോകും. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പൊ നമ്മുടെ സോയ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിടണ്ട, തുറന്നിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എണ്ണ കുറവെന്ന് തോന്നുമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല എക്സ്ട്രാ. ഇനി ഇങ്ങനെ കിടന്നൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആവട്ടെ. നമ്മുടെ സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം റോസ്റ്റ് ആയത്.
നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഞാൻ സോയ കൊണ്ട് പല റെസിപ്പികളും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ റെസിപ്പി ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാൻ. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.